ഒരുക്കി വെക്കുമ്പോൾ 3 വിധ പ്രാധാന്യം അതിനകത്ത് ഒളിഞ്ഞു കിടക്കും. 1, പാപിക്ക് വേണ്ടി തകർക്കപ്പെട്ട പരമകേമകത്തിന്റെ ക്രിസ്തുവിനെ ഇവിടെ വരച്ചു കാട്ടിയിരിക്കുന്നു. 2, ദിനം പ്രതി മധ്യസ്ഥ അണയ്ക്കുന്ന ഭൂമിയിൽ തന്റെ സഭയായിരിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി സദാ മധ്യസ്ഥ അണയ്ക്കുന്ന യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. 3, അവൻ ഇതുവരെ വന്നിട്ടില്ല. അവൻ ആർക്കു വേണ്ടി വരും? തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി അവൻ വീണ്ടും വേഗത്തിൽ പ്രത്യക്ഷനാകും. സ്തോത്രം. ഈ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശ്വാസി കൂട്ടമാണ് ഇന്ന് പകൽ ഇവിടെ ഉള്ളത്. എന്നാൽ ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാം, പലയിടത്തും പല ആരാധനകൾ വെളിപ്പെടും. ആത്മാവുണ്ട്, ആത്മശക്തിയുണ്ട്, സംഗീതമുണ്ട്, പാട്ടുണ്ട്, അന്യഭാഷയുണ്ട്, ഇളക്കിപ്പെരുപ്പമുണ്ട്. എന്തിനേറെ പറയണം, സ്തോത്രം. ജനത്തെ തിരിച്ചറിയാൻ കഴിയാത്ത നിലകളിൽ ദൈവം എന്ന് സമ്മതിക്കുമാറ് അനുഗ്രഹം വെളിപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യ സത്യത്തെ, യേശുവിന്റെ മാർഗത്തെ, സ്തോത്രം, അത്ഭുതങ്ങൾക്ക് വേണ്ടി ഒരിടത്ത് വരച്ചു കാട്ടുമ്പോൾ ഒരിടത്ത് വിളിച്ചു പറയുന്നു, ഒരു പക്ഷേ അത്ഭുതം നിന്നു പോയാലും അത്ഭുതം ഇല്ലാതെ പോയാലും വചനത്തിൽ നിന്ന്, സ്തോത്രം, ആണ വ്യത്യാസമില്ലാതെ നിങ്ങൾ അതിൽ തുടരണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഇവിടെ ഈ കർത്താവിന്റെ മേശ ഒരുക്കി വച്ചിരിക്കുമ്പോൾ നമുക്കറിയാം, യേശുവിനെ സാധാരണതയിൽ ശുശ്രൂഷിച്ചു മാറിയപ്പോൾ യേശു ക്രിസ്തുവിന്റെ അവസാനത്തെ ഉടമ്പടി എന്ന് വിശേഷിപ്പിക്കുന്ന 2, 1 അറിയാവുന്ന കാര്യം സ്നാനം, 2 കർത്താവിന്റെ തിരുമേശ. ഈ 2 കാര്യവും യേശു കർശനമായി ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ ചെയ്തെടുക്കണം. നിങ്ങളുടെ അടുത്ത് വരുന്നവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവർ വിശ്വാസ സ്നാനം കൈവരിച്ചേ മതിയാകത്തുള്ളൂ. വിശ്വാസ സ്നാനം കൈവരിച്ചവർക്ക് കർത്താവിന്റെ മേശ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. എന്തിനാ കർത്താവിന്റെ മേശ അപ്പോസ്തലന്മാരുടെ കൈക്കീഴിൽ ചെയ്യുന്ന ചോദിച്ചാൽ, അപ്പോസ്തലന്മാർ അപ്പോസ്തോലിക ഉപദേശം സംസാരിക്കും. അപ്പോസ്തലന്മാരുടെ ഏക ചിന്താഗതി അവർ തങ്ങളുടെ ജീവനെ മറന്നു കളഞ്ഞ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമൂഹമാണ്. അവരുടെ അകത്തെ ആശയം സ്വർഗരാജ്യം ഭൂമിയിൽ വരണം, ഇവിടെ വിശുദ്ധന്മാരുണ്ടാകണം. ഇവിടെ നിലനിൽക്കുന്ന രാജ്യമില്ലെങ്കിലും ഇവിടെ ഒരു കൂട്ടത്തെ കർത്താവിനോട് നേടുവാൻ സ്വർഗം തന്റെ ജനത്തെ ഒരുക്കിയെടുത്തിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞ ഞാൻ ഇങ്ങനെ പറയാം, ഈ കർത്താവിന്റെ മേശ എന്ന് പറയുമ്പോൾ 2 വിധ കൂട്ടായ്മ ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം സംബന്ധിച്ചും യേശു ക്രിസ്തുവിന്റെ ശരീരം സംബന്ധിച്ചുള്ള കൂട്ടായ്മയുടെ വെളിപ്പാട് ഇവിടെ നിൽക്കുന്നത്. കർത്താവിന്റെ മേശയിലേക്ക് ആരെങ്കിലും വന്നാൽ അവൻ ഇങ്ങനെ പറയും, സ്തോത്രം, ഞാൻ യേശുവിന്റെ രക്തത്തിലുള്ള കൂട്ടായ്മ, അവന്റെ ശരീരത്തിലുള്ള കൂട്ടായ്മ കൊണ്ടാടിയിട്ടാ വരുന്നത്. ഇതിന്റെ 2ന്റെ ഉൾക്കാഴ്ച എന്തിനാ ചോദിച്ചാൽ, നമുക്കറിയാം, വേദപുസ്തകം പഠിച്ചാൽ യോഹന്നാൻ 6:53-54 വാക്യം പറഞ്ഞു, സ്തോത്രം, നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനുണ്ട്. സ്തോത്രം. ഞാൻ ഈ മേശയിലേക്ക് കടന്നു വരുന്നതിന്റെ പ്രാധാന്യം എന്റെ അകത്തൊരു ജീവൻ പ്രാപിക്കണം. സ്തോത്രം. അകത്ത് ജീവൻ പ്രാപിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, പഴയ കാഴ്ചപ്പാടുകളെല്ലാം മാറിപ്പോകും. 1-2 കാര്യങ്ങളെ മാത്രം മേശയുള്ള ബന്ധത്തിൽ, സ്തോത്രം, വ്യത്യസ്തമായ തലങ്ങളിൽ നിന്ന് വരച്ചു കാട്ടുവാൻ സ്വർഗത്തിൽ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ ശരണപ്പെട്ട് ഞാൻ ആഗ്രഹിക്കുക. നിങ്ങൾ സ്തോത്രം എടുത്തു വെക്കേണ്ട ഭാഗം ആവർത്തന പുസ്തകം 4-ാം അധ്യായം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം. അതിന്റെ 1-2 വാക്യങ്ങൾ, 7-ാമത്തെ വാക്യങ്ങൾ പൊടുതിനെ ഒരാൾ വായിച്ചാൽ, ഇപ്പോൾ ഇസ്രായേലേ നിങ്ങൾ ജീവിച്ചിരിക്കും, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾ ഞാൻ പറയുന്നത് പൂർണ്ണമായി പ്രമാണിക്കണം. യേശു തന്റെ ശിഷ്യന്മാരെ ഈ ഭൂമിയിൽ ശുശ്രൂഷിക്കാൻ പറഞ്ഞു വിടുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ സ്നാനപ്പെടുത്തും. എന്നിട്ട് വിടരുത്,
അതിന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവരെ സ്നാനപ്പെടുത്തിയ ശേഷം വിടരുത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ സകല കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിച്ചുകൊണ്ട് അതിൽ അവർ പൂർണ്ണമായി നിൽപ്പാൻ എന്റെ സഭയുടെ അകത്ത് അവരായിത്തീരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ സകല കൽപ്പന ഉപദേശങ്ങൾ പ്രമാണിച്ചുകൊണ്ട് അവരെല്ലാം എന്റെ ശിഷ്യന്മാരാക്കണം. രക്ഷിക്കപ്പെടുന്നവരെ ദൈവം ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ട്. 3, അങ്ങനെയുള്ളവരുടെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. യേശു കൂടെ ഉള്ള സ്വപ്നം പറഞ്ഞേ. ഇന്ന് പകൽ ഈ മേശയുടെ മുമ്പിൽ വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടുകാരൊക്കെ അനുഗ്രഹിക്കാൻ പറയുമ്പോൾ പുറം നാണം കേട് ഉണ്ടാക്കാൻ വേണ്ടി വന്നത് എന്ന് പറഞ്ഞു. ചിലർ പ്രാർത്ഥിച്ചവരെ നേടി, പ്രാർത്ഥിച്ച് നേടാത്തവർ പറയും സ്വത്രം ആ വഴിക്കൊന്നും ഞങ്ങളെ കിട്ടത്തില്ല, ആ വഴിക്കൊന്നും ഞങ്ങളെ സ്വത്രം. ഞാനൊരു വാക്ക് ഇങ്ങനെ പറയാം, ഇന്ന് പകൽ ഈ മേശയുടെ മുമ്പിൽ വരുമ്പോ പഴയ നിയമത്തിൽ പറഞ്ഞു സകല കൽപ്പന പ്രമാണിച്ച് നടക്കുവാൻ അവരെ എന്ത് ചെയ്യണം? നീ ഉപദേശിക്കണം. 4-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിച്ചു മകളെ. ദൈവം പറയുക, കൂട്ടരുത്, നിങ്ങൾ കുറയ്ക്കരുത്. ഉള്ളതുപോലെ നമുക്കറിയാം. ഏതേൻ തോട്ടത്തിൽ ചേട്ടത്തി എന്റെ വലിയ വെച്ചി, വേദപുസ്തകത്തിൽ ദൈവമക്കൾ പറയുന്ന വലിയ വെച്ചി ഹൗവ ചേട്ടത്തി പാപം ചെയ്തത് കാരണമായത് കൂട്ടി പറഞ്ഞു. സ്വത്രം ദൈവം പറഞ്ഞ പോലെ പറഞ്ഞായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ല. അടുത്ത കൂട്ടി പറഞ്ഞ നീ പാപം ചെയ്യും. വിശുദ്ധി കൂടാൻ പറഞ്ഞതാ, എന്റെ കൂടെ വരുന്നില്ല. നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തല്ലേ, നിങ്ങളെ ചിന്തിക്കല്ലേ. സ്വത്രം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം സ്വത്രം 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. പെട്ടെന്ന് പോയി. ഉൽപ്പത്തി മോളെ 3 മോള് വായിച്ചോളെ. എന്നിട്ട് മതി. ഈ 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ കേട്ടു. വായിച്ച മകളെ 2:17 ചേർത്ത് വായിക്കണം. 3 ഇങ്ങനെ വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യവും വായിച്ചതിന് ശേഷം 2:17 വായിക്കണം. എന്നിട്ട് കേട്ടോ ചേട്ടത്തി എന്തോട് പറഞ്ഞു? ഞാൻ അതിനൊരു കാര്യം പറയാം. ഞാൻ ഹൗവ ചേട്ടത്തെ കുറ്റപ്പെടുത്തില്ല. സ്വത്രം. എന്നോട് നിങ്ങൾ വരാമോ? എന്റെ കൂടെ വരാമോ? ഞാൻ സ്വത്രം അവിടെ ഞാൻ എന്റെ തോട്ടത്തിൽ ചെന്ന് വിചാരിക്കുക. ഓക്കെ, സ്വത്രം വാ. ഹൗവയായിട്ടല്ല കേട്ടോ, ഹൗവയായിട്ട് ഇപ്പൊ ഇരുന്നോ, കുഴപ്പമില്ല. നമ്മുടെ വിപിൻ തന്നെ സ്വത്രം പറഞ്ഞാൽ ഇതേ ഇവിടെ നിൽക്കുമ്പോ ഞാൻ സ്വത്രം അവനെ ഹൗവയാക്കി. ഞാനിപ്പോ പാമ്പിന്റെ അടുത്തേക്ക് പോവാം. സ്വത്രം പാമ്പല്ല, തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ വന്നിട്ടൊരു ചോദ്യം, നിങ്ങൾക്കെല്ലാം കഴിക്കാം. ഈ വിശുദ്ധി കൂടാൻ വേണ്ടി എന്നോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു, തിന്നാനും പറ്റത്തില്ല, കുഴപ്പമിച്ചിരി ഉയർത്തി പറഞ്ഞതാണ്. സ്വത്രം കുറച്ച് ഇച്ചിരി എന്ത് പറഞ്ഞ വിശുദ്ധി കൂട്ടി പറഞ്ഞ ദൈവം ഒരു കാര്യം ആഗ്രഹിക്കുന്നു. ഇരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ദൈവം ഒരു കാര്യം ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവത്തിന് വേണ്ടിയാ പറയുന്നെങ്കിലും ദൈവം പറഞ്ഞതിന്റെ അപ്പുറത്ത് ആരും പറയരുത്. ഞാനായോ വല്ലതും പിടി കിട്ടിയോ? നിങ്ങൾക്ക് പിടി കിട്ടിയില്ല. ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് പിടി കിട്ടിയില്ല.
ദൈവം പറഞ്ഞു 2:17 എന്ത് പറഞ്ഞത്? മറ്റുള്ള കുട്ടികളുടെ കാര്യം ചേട്ടത്തി കിട്ടിയാൽ പറഞ്ഞ ആത്മാവ് ഈ സ്വഭാവം എല്ലാവർക്കും എങ്ങനെ വന്നു? ഞാൻ ഇനിയിപ്പോ ഭാരപ്പെടണ്ട. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം പറഞ്ഞ ഈ ഒരു ബന്ധനം അവിടെ തുടങ്ങിയതായി. കേൾക്കുന്നുണ്ടോ? ചില ഭാര്യമാര് അതേപ്പറ്റി ഭർത്താക്കന്മാർ സംസാരിക്കും. അവരെ നോക്കിയിട്ട് ഇങ്ങനെ പറയണം, യേശുവിന്റെ നാമത്തിൽ ഉൽപ്പത്തി 3:3 എന്റെ ദുഷ്ടാത്മാവിടുന്ന അടി കേട്ടോ. ദിവസം വായിക്കാത്ത ഭാര്യ അതേ കുഴപ്പമില്ല, അവർക്ക് ഈ മർമ്മൊന്നും പിടികിട്ടത്തില്ല. സ്വത്രം എവിടെയും വിശ്വാസത്തിലാന്ന് പറഞ്ഞാൽ വേദപുസ്തകം വായിക്കാത്ത ചിലര് ഇതിനകത്തുണ്ടെന്ന് ദൈവാത്മാവ് വിളംബരം ചെയ്തു. സ്വത്രം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും സ്വത്രം. ഞാനെന്ന് പറയാം, വേദപുസ്തകം കാണുമ്പോ ഒരു സ്തോത്രം ഉറക്കത്തിന്റെ 3/4 ഭാഗം എത്തും. പിന്നെ സ്തോത്രം പ്രൈസലോ സ്തോത്രം. ഇനി ആ ഒരു കാര്യം കൊണ്ട് ഇവിടെ ഇനി അനുഗ്രഹം വരാതിരിക്കണ്ട. സ്തോത്രം വരുന്നില്ല. അപ്പൊ ഞാൻ പറയാം, ഈ ഒരു പോരാട്ടം സ്തോത്രം ദൈവമക്കളോട് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പോരാട്ടം നമ്മുടെ നമ്മൾ ചിലത് ദൈവത്തിന്റെ സ്ഥാനം ഉൾക്കൊണ്ടുവരുവാൻ, ദൈവം ഉയർത്തപ്പെടുവാൻ, ദൈവം വലിയവനാണെന്ന് പറയുവാൻ സ്തോത്രം നമുക്ക് വലിയ കൊതിയായിട്ടിരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്തു? കുറച്ചുകൂടെ ദൈവം പറയാത്ത ചില കാര്യങ്ങൾ സ്തോത്രം നമ്മുടെ ആശയത്തിൽ കൊണ്ടുവന്ന ഞാനിങ്ങനെ പറയാം, സ്വർഗം അത് അംഗീകരിക്കുന്നില്ല. അതിന്റെ അടുത്ത തെളിവെന്താ അറിയാവോ? അടുത്ത സെക്കൻഡിൽ ഞാൻ തീരുമാനമെടുത്ത് തെറ്റിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളെ മനസ്സിലാക്കി തരാം. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക് കൂടുതലായിട്ട് സ്തോത്രം ദൈവം അംഗീകരിക്കാത്ത ഒരു കാര്യം കൂടുതൽ വിശുദ്ധി കൂടാൻ വേണ്ടി പറഞ്ഞ തുടരുത്. പിന്നെ എന്തു അതിനെ പറ്റി സംഭവിച്ചേ? സാത്താൻ അവന്റെ വലയിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മള് കർത്താവിന്റെ നാമത്തിൽ നിൽക്കുമ്പോ സ്വന്തം കർത്താവ് പറഞ്ഞതുപോലെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിൽ സന്തോഷിച്ചാൽ വീട്ടിൽ പാപം കയറി വരത്തില്ല. കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഒരു പടി കൂടുതൽ പറയണ്ട, അതുപോലെ പറഞ്ഞോ വീട്ടിൽ ദൈവം സംഭവിക്കാൻ പോവാ. സ്തോത്രം പറയാൻ പറ്റുമോ? 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 അങ്ങനെ അവർക്ക് ദൈവത്തിന് പകരം ഇങ്ങനെ വായിച്ചു. സ്തോത്രം വായിച്ചിട്ട് മകളെ സ്തോത്രം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം സ്തോത്രം അതിന് 7-ാമത്തെ വാക്യം വായിച്ചിട്ട് സ്തോത്രം 4:2 കൂടെ വായിക്കണേ. ആ സ്തോത്രം ഉൽപ്പത്തി പുസ്തകം അല്ല, സോറി, ആവർത്തന പുസ്തകം 4-ന്റെ എന്നിട്ട് ശ്രദ്ധിക്കുക. ആ പറഞ്ഞാൽ മിക്കവർക്കും പിടികിടത്തില്ല. അത് മനസ്സിലാകണമെങ്കിൽ സംഖ്യാപുസ്തകം 25-ാം അധ്യായം 1, 2, 3, 4 വാക്യം ആ ഒറ്റ പാരഗ്രാഫാ. പക്ഷെ 1, 2, 3, 4, 5, 6 വാക്യങ്ങളൊന്ന് ഓടിച്ചു വായിച്ചേ. കേട്ടോ? ഇതെങ്ങനെയാ വന്നത് അറിയാമോ? ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം പഠിക്കും. ബിലയാം ബാലേക് 2 പേരെ കുറിച്ച് ആവർത്തിക്കപ്പെടുന്ന ഒരു പുസ്തകം. ഈ സംഖ്യാപുസ്തകത്തിൽ വളരെ ചുരുങ്ങിയ അധ്യായത്തിൽ നമ്മൾ സ്തോത്രം ഓടിച്ചു വായിക്കുമ്പോൾ കാണുന്ന വാക്ക് 22 മുതൽ 25 വരെ 24 വരെയുള്ള വാക്കുകൾ അവരെ കുറിച്ച് എടുത്തുയർത്തപ്പെട്ട് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തിലെ ഈ പ്രിയപ്പെട്ട ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ ബാലേക്ക് ബിലയാമെന്ന പ്രവാചകനെ കൊണ്ടുവന്ന് ഇവരുടെ മുമ്പിൽ നിർത്തുമ്പോൾ ദൈവം ബിലയാമിന്റെ വായിൽ ഇങ്ങനെ പറഞ്ഞു, നീ അവരെ അനുഗ്രഹിച്ചു പറയണം. നിന്നെ നമ്മളെ ശപിക്കാൻ ചില കൂട്ടുകെട്ടുണ്ടാക്കി ചിലന്മാരെ കൊണ്ടു നിർത്തിയാൽ ദൈവം നമ്മളെ ശപിച്ചിട്ട് പോകത്തില്ല, മറിച്ച് അനുഗ്രഹിച്ചിട്ട് പോകും. ഇന്ന് മകൻ പറ സ്തോത്രം. എന്നെ ആരെങ്കിലും ശപിക്കാൻ തോന്നിയാലും
സ്വന്തം എന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിന്റെ കരം എന്റെ കൂടെ നിൽക്കും. ഇനി ഒരു പക്ഷെ ആരെങ്കിലും നിന്നെ ശപിച്ചാലും നിന്റെ മേൽ ആ ശാപം വീഴത്തില്ല. ബൈബിൾ പറയുന്നു, സ്തോത്രം, റോമർ 8:1 പറയുന്നു, ക്രിസ്തേശുള്ളവന് ഒരു ശിക്ഷാവിധിയുമില്ല. സ്തോത്രം, ദൈവം തിരഞ്ഞെടുത്തവന് സ്തോത്രം ആർക്കും ശിക്ഷ വിധിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഞാൻ പറയാം, ഈ പ്രിയപ്പെട്ടവർ ബലിയാം, ബാലേക്, ഇവർ പല ആവർത്തി ജനത്തെ ശപിക്കുവാൻ പലയിടങ്ങളിൽ കൂടെ കടന്നപ്പോഴും അവിടെ എല്ലാം അനുഗ്രഹിച്ചു മടങ്ങി. പക്ഷെ വിളിച്ചോ ഈ പറഞ്ഞു, അവരുടെ വിശുദ്ധി കളയാതെ ഇവന്മാരി കയറി പറ്റാൻ പറ്റത്തില്ല. ഇവന്മാരുടെ തീരുമാനം ഉടഞ്ഞാലേ ഇവന്മാരുടെ വീട്ടിൽ കയറാൻ പറ്റൂ. അപ്പൊ പിശാച് എപ്പോഴാണ് കയറും നമ്മുടെ വീട്ടിൽ? ഞാൻ കർത്തൃമേശയുടെ മുമ്പിൽ വരുമ്പോൾ എന്നെ തന്നെ സ്വയം ശോഭന ചെയ്യുകയാണ്. ഞാൻ എന്നെ തന്നെ വിധിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ വിവേചിക്കുകയാണ്. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ ആ കുറവ് ക്രമീകരിക്കപ്പെടുമ്പോൾ എന്റെ ഭവനത്തിനകത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന ചില പോരാട്ടത്തിന് ശക്തി ഇന്ന് മുതൽ വിട്ടുപോകുകയാണ്. ചില വിലയന്മാരുണ്ടല്ലോ, ബാലേക്കിനോട് മോഭാപ്യ ദേശത്തുള്ള ചില ശക്തിയോട് ഇങ്ങനെ പറയും, അവന്മാരുടെ വിശുദ്ധി മാറ്റിയാൽ ആ വീട്ടിൽ കടന്നു കയറാൻ പറ്റും. സ്വത്രം വരുന്നില്ല, സ്വത്രം വരുന്നില്ല, സ്വത്രം വരുന്നില്ല. ഞാനൊന്നും എടുത്തു പറയാം, വിശുദ്ധി നഷ്ടപ്പെടുത്തിയാൽ എടുത്തു കളയാം. അപ്പൊ ആരിലേക്ക് അവരുടെ ആകർഷണം ഉണ്ടായത്? ഇനി ദൈവസഭയ്ക്കുള്ള ദൂത് വരാൻ പോവാം. പരിശുദ്ധാത്മാവ് അങ്ങനെ ബോധിപ്പിക്കുന്നുണ്ട്. ആരിലേക്ക് അവരുടെ നോട്ടം അറിയാവോ? നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പിശാച് നോട്ടം വെക്കുക. എന്തിനെന്നറിയാമോ? ഇവരെ ദൈവജനത്തിൽ നിന്നും ദൈവമല്ലാത്തതിലേക്ക് ഇവരുടെ നോട്ടം പോകണം. സ്വാഭാവികമായിട്ട് ഇടപെടണം. ഇവരിടപെട്ടാൽ ശപിക്കാൻ എളുപ്പമാണ്. അപ്പൊ എങ്ങനെ ശാപം വീട്ടി വരുന്നത്? ഇനി പറഞ്ഞില്ല. ഞാൻ ഇവര് രക്തം ജയം എന്ന് പറഞ്ഞു നടക്കുമ്പോൾ പിശാച് വരത്തില്ല. വിശുദ്ധിക്ക് വിലകൊണ്ട് നടക്കുക. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ, അളിയനൊരു ഫോൺ വന്നു. ഈ അളിയനായി എനിക്കൊരു ഫോൺ വന്നു. രക്തത്തെ കുറച്ച് കഴിഞ്ഞ് പറയാം കേട്ടോ. രക്തം ജയം കുറച്ച് നേരത്തേക്ക് മാറ്റി. രക്തം ജയം കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്തു? ഇതിൽ തുടർന്നു. നമ്മുടെ പോയെന്നുള്ളത് വിട്ടേര്. നമ്മുടെ വീട്ടിൽ എന്തോ വന്നു തുടങ്ങി. ഇനി ആരെങ്കിലും കൊണ്ടുവന്ന് കുഴിച്ചിടുവൊന്നും വേണ്ട. അവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഇന്ന് പകൽ തിരുത്തൽ വരട്ടെ. നമ്മുടെ തലമുറ ദൈവ പാദപിടത്തിനകത്തിരുത്തുമ്പോൾ അവർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട പാഠം, സ്തോത്രം, ദൈവമല്ലാത്തതിനെ നോക്കരുത്, ദൈവമില്ലാത്തതിനെ ശ്രദ്ധിക്കരുത്, ദൈവമില്ലാത്തതിന് നീ വില കൊടുക്കരുത്. ദൈവമുള്ളതിന് വില കൊടുത്തോ വീട്ടിൽ ശാപം വരത്തില്ല, വീട്ടിൽ ശാപം വരത്തില്ല. കർത്താവിന്റെ തിരുമേശയിലേക്ക് അടുത്തു വരുന്ന ദൈവത്തിലെ വീട്ടിൽ ശാപം വരാതിരിക്കണമെങ്കിൽ ദൈവമില്ലാത്തതിലേക്ക് വില കൊടുക്കരുത്. മോവാബ്യ സ്ത്രീയുമായി അവരുടെ പുത്രന്മാർ സ്തോത്രം സംയോജിക്കപ്പെട്ടപ്പോൾ ഇടകലർന്നൊരു ജാതി പുറത്തു വന്നു. എന്താ സംഭവിച്ചു? ഇനി അവർക്ക് ശപിക്കാൻ. അപ്പൊ ഞാനൊരു കാര്യം പറയാം ദൈവമക്കളോട്. നമ്മൾ ഈ വിശുദ്ധിയിലൊക്കെ നിൽക്കുമ്പോൾ ചെല്ലു പറയും, അവിടെ കയറി പിടിച്ചാൽ മതി. ചെല്ലെന്ന് പറയാൻ വേണ്ട, പിശാച് പറയും. അവിടെ തൊട്ടാൽ അവന്റെ വിശുദ്ധി നഷ്ടപ്പെടും. വീട്ടിൽ എന്ത് ചെയ്യാം? ശാപം കൊണ്ടുവന്ന് ഇല്ലാതെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇത്രയും ഗുണത്രം കൊണ്ട് വെക്കുമെന്ന് വിചാരിച്ചു. അതവിടെ ഇരിക്കും. വേണമെങ്കിൽ ഞാനത് സ്വന്തം നഷ്ടപ്പെടാതിരിക്കാൻ ഷോക്കേസിലെടുത്ത് വെക്കെന്ന് വിചാരിച്ചു. ഷോക്കേസിലിരുന്നുണ്ട് ഈ ഗുണത്രമൊക്കെ കാണാൻ വേണ്ടി. വല്ലതും സംഭവിക്കുമോ? പക്ഷെ എന്ന് എന്റെ വിശുദ്ധിക്കകത്ത് തിളക്കം തട്ടുന്നു. ഞാൻ മോഭാബ്യ സ്ത്രീയുടെ മര്യാദകൾ, പുരുഷന്റെ മര്യാദകൾ, അവിടുത്തെ ആരാധന ശൈലിയിൽ എന്റെ വീട്ടിലേക്ക് വന്നു കയറാൻ തുടങ്ങുന്നു. അന്നു മുതൽ ഞാനിങ്ങനെ പറയാം, സ്തോത്രം, ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങും. ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങും. ഇന്ന് പകൽ നിന്റെ ഭവനത്തിനകത്തു നിന്ന്
കർത്താവിന്റെ മേശയ്ക്കകത്ത് കടന്നു വരുന്ന ദൈവമൊരു കാര്യം പറയണം. ബോംബാബെ ശക്തിയുടെ ഏതെങ്കിലും ആരാധന രീതികൾ എന്റെ ഭവനത്തിനകത്ത് നിൽപ്പുണ്ടെങ്കിൽ, എന്റെ കുടുംബത്തിനകത്ത് നിൽപ്പുണ്ടെങ്കിൽ, എന്റെ പാരമ്പര്യത്തിനകത്ത് നിൽപ്പുണ്ടെങ്കിൽ, ഇന്ന് നസ്രനായ യേശുവിന്റെ നാമത്തിൽ വിശുദ്ധിക്ക് വില കൊടുത്ത്, വചനത്തിന് വില കൊടുത്ത് ഞാൻ അടുത്തു വരാൻ പോകുക. സ്വത്രം സ്വത്രം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വിടുതലുണ്ടാകും. അതിന് ചെയ്യേണ്ട ഏറ്റവും വലിയ നല്ല മാർഗം, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യം വായിക്കണം. 10 പേരെ വ്യക്തിപരമായൊരു ദൂത, ഒരു വ്യക്തി യേശുവായിട്ടുള്ള ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുകയാ. യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാ, എന്റെ പിതാവ് തോട്ടക്കാരനാ, എന്നിൽ കായ്ക്കാത്ത കൊമ്പിനെ മുറിച്ചുകളയും എന്ന് പറഞ്ഞാൽ ഞാനല്ലാത്ത മധ്യസ്ഥന്മാരുണ്ടെങ്കിൽ, 1 തീമോത്തി 2:5 പറയുന്നു, കർത്താവിന്റെ മേശയോട് മുമ്പിൽ നിൽക്കുന്ന ദൈവത്തിലെ ഞാനല്ലാതെ മധ്യസ്ഥന്മാരുണ്ടെങ്കിൽ സ്തോത്രം അവൻ എന്നിൽ കായ്ക്കുന്ന കൊമ്പല്ല, ഞാൻ അവനെ വെട്ടിക്കളയും. ഇന്ന് പകൽ യേശു ക്രിസ്തു അല്ലാത്ത ഒരു മധ്യസ്ഥത നമുക്ക് വേണ്ട. എത്ര പേര് സ്തോത്രം? ഏകമധ്യസ്ഥൻ ആരാ? യേശു ക്രിസ്തു. ഏകമധ്യസ്ഥൻ ആരാ? യേശു ക്രിസ്തുവാ. ഞാൻ ഇന്നലെ കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്ന, ദൈവത്തിന്റെ ഭരണത്തിനകത്ത് 12-ാം വയസ്സിൽ കയറി സ്തോത്രം ശുശ്രൂഷ ആരംഭിച്ച, രാജ്യത്വം ഏറ്റെടുത്ത മനുഷ്യ ദൈവ പൈതലെ ജീവിക്കേണ്ടവൻ മുഹൂർത്തം നോക്കുവാനും, ലഗ്നം നോക്കുവാനും, ആഭിചാരം ചെയ്യുവാനും, ശൂദ്രം ചെയ്യുവാനും, ആകാശദേവന്മാരെ സ്വന്തം നമസ്കരിക്കുവാനും അവൻ പിന്തിരിഞ്ഞു പോകുമ്പോൾ ദൈവനെ കട്ടത്തിലാക്കി. ഇന്ന് മകൻ കർത്താവിന്റെ മേശയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കാര്യം ഓർക്കുക, എനിക്ക് വേണ്ടി പരമയാൻ തീർന്ന യേശു ക്രിസ്തു മാത്രമുള്ള മധ്യസ്ഥൻ. 1 തീമോത്തി 2:5 ഇങ്ങനെ വായിക്കുന്നു, പെട്ടെന്ന് വായിച്ചാൽ 1 തീമോത്തി 2:5 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ആരാ മോളെ? എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി, മാത്രമല്ല എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു മാത്രം. ആരാവൻ? ഏക മധ്യസ്ഥൻ. പഴയ നിയമത്തിൽ ഏക മധ്യസ്ഥൻ മോശയാണെങ്കിൽ, മോശ മരിച്ചു, അതിൽ നിലനിൽക്കുന്ന ഒരു മധ്യസ്ഥൻ മറ്റാരുമല്ല, അത് നസ്രനായ യേശുവാണ്. ഇന്ന് മകൾ യേശുവാകുന്ന മധ്യസ്ഥനിൽ നീ ഇന്ന് മകൾക്കെല്ലാം അഭയം നേടിയാൽ വിളിച്ചു പറ, എനിക്ക് വേണ്ടി മാത്രമല്ല ഈ മുഴു ലോകത്തിന് വേണ്ടി യേശു മധ്യസ്ഥനായിരിക്കുക. അവനിൽ ഞാൻ എന്റെ വിഷയത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടി മറുവിലയായി തീർന്ന യേശു ക്രിസ്തു തീർന്നില്ല. ഈ മേശയുടെ അടുത്തേക്ക് വരുമ്പോ ഞാനൊരു മധ്യസ്ഥയാണെങ്കിൽ, യേശുവെ നീ വരുമ്പോ ഞാനും അവിടെ കാണാൻ ആഗ്രഹിക്കുന്നു. ഈ മേശയുടെ അടുത്ത് വരുമ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ പരിശോധിക്കണം. കർത്താവിന്റെ മേശ സഭ വെച്ചേക്കുന്ന എന്തിനാ? പുറത്തുള്ളവരെ പരിശോധിക്കാനല്ല, നിന്നെ പരിശോധിക്കാൻ. പാസ്റ്ററായിരിക്കുന്ന ഞാനിവിടെ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളെ അല്ല ഞാൻ ശുശ്രൂഷ പരിശോധിക്കുന്നത്, ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കും. ഈ മേശയ്ക്കകത്ത് ഞാൻ കടന്നു കയറി നിൽക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടുള്ള അതേ ദൂത് ദൈവനോട് പറയുക, നിന്നെ തന്നെ പരിശോധിക്കണം, നീ വിവേചിക്കണം. എന്തിനാണെന്നറിയാം? ശിക്ഷാവിധി വരുത്തി വെക്കാതിരിപ്പാൻ. ശിക്ഷാവിധി. അപ്പൊ ഇന്ന് മകൾക്ക് ഞാൻ മേശെടുത്ത മധ്യസ്ഥൻ, കർത്താവ് എനിക്ക് കുറവുണ്ട് പറഞ്ഞാൽ ദൈവം നമ്മളെ അടിക്കുന്നൊന്നുമില്ല. ഇന്ത്യൻ ഗവൺമെന്റ് പോലും സ്വതന്ത്ര നിയമമുണ്ട്. ആരെങ്കിലും സ്തോത്രം പിടിച്ചത് നീച കുറ്റത്തിന് പത്രമായി തീർന്നു, ഗവൺമെന്റ് ഇങ്ങനെ പറയും, നിങ്ങളെ മാപ്പ് സാക്ഷിയാക്കി വിടാൻ പോകുക. നിങ്ങൾ നിങ്ങളുടെ ആയുധം വെച്ച് സറണ്ടർ ആകാമെങ്കിൽ നിങ്ങളുടെ സകല കുറ്റങ്ങൾ ക്ഷമിച്ച് നിങ്ങൾ ഈ സ്ഥാനത്ത് മാന്യമായ ഒരു പദവി തന്ന് ഞങ്ങൾ ആദരിക്കാൻ പോവുക. സ്തോത്രം. ഇന്ത്യൻ ഗവൺമെന്റ് ആ റൂൾ വെക്കാമെങ്കിൽ സ്വർഗത്തിലെ ദൈവം അതിനു മുമ്പേ ആ റൂൾ വെച്ച് ഇന്ന് പകൽക്കാലം നമുക്കുള്ള രക്ഷ പ്രഖ്യാപിച്ചിരിക്കുക. ആരെങ്കിലും ജീവിതത്തിനകത്ത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, വീണുപോയിട്ടുണ്ടെങ്കിൽ, കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഏക മധ്യസ്ഥനായ യേശുവിനെ നമ്മൾ ഓടി വന്നിട്ട് പറയണം, എന്റെ ചുറ്റി കുറവുണ്ടപ്പോ എന്നോട് ക്ഷമിക്കണം. രണ്ട്, ഇന്ന് പകൽ ഈ മേശയുടെ മുമ്പിലെടുത്ത് വരുമ്പോൾ ആണ്ടിൽ ഒരിക്കൽ മാത്രം കയറുന്ന മഹാപുരോഹിതൻ വിശുദ്ധ സ്ഥലത്ത് കയറുന്ന ശുശ്രൂഷയുടെ മുമ്പിൽ തിരശ്ശീല മാറ്റപ്പെട്ട
ദൈവജനത്തിന് ആരാധിക്കുവാൻ അർഹതപ്പെട്ടു. സ്വത്രം. ഞാൻ പറയാം ദൈവജനെ, വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ എബ്രായർ ലേഖനം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം പെട്ടെന്ന് എടുത്താട്ട്. എബ്രായർ ലേഖനം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. യേശു ക്രിസ്തു പറയുക, ഈ ഇഷ്ടത്തിൽ കാൽവറിയിൽ അവൻ പരമയാഗമെന്ന് തീർന്നപ്പോൾ ഈ ഇഷ്ടത്തിൽ ഒരിക്കലായി കഴിച്ച പരമയാഗത്താൽ എല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽ ഇരിക്കുന്ന ഓരോരുത്തരും എന്തോളത്തിരിക്കുക. ഇനി ദൈവം അടുത്ത വാക്ക് എടുത്തു പറയാം, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷയുണ്ട്. അടുത്ത അവർക്ക് ശുശ്രൂഷയുണ്ട്. ദിവസേന ശുശ്രൂഷിച്ചുകൊണ്ട് പാപങ്ങളെ പരിഹരിക്കാൻ കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ 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 വല്ലപ്പോഴും അല്ല, കൂടെ കൂടെ. പക്ഷെ വല്ല പ്രയോജനമുണ്ടോ? അതുകൊണ്ടാണ് അവര് പറഞ്ഞത്, നമ്മളവിടെ പറഞ്ഞത് രാവിലെ ഇന്ന് എന്താ ചെയ്യും, ഒരു മൂടില്ലടി. സ്വത്രം പാരമ്പര്യത്തിന്റെ കാര്യമാണ് കേട്ടോ, ഒരു മൂടില്ല. എന്താ ചായ അത് കഴിച്ചിട്ട് ഞാൻ ദഹിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാം. അതിന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം സ്വത്രം ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ഇല്ലയോ? സ്വത്രം ദുഃഖവെള്ളിയാഴ്ചക്ക് നമ്മൾ കുർബാന കൊള്ളണമെന്നും ഈസ്റ്റർ ഇല്ലപ്പോ വാ തുറക്കണമെന്നൊക്കെ ഉള്ളത് കൊണ്ട് സ്വത്രം നീ സമ്മതിക്കത്തില്ല ഞാൻ ജീവിക്കാൻ. സ്വത്രം കാരണം ദഹിക്കാനുള്ള കാര്യം അകത്ത് പോയിട്ടില്ല. ദൈവങ്ങളുടെ കാര്യം സ്വയം വിവേചിക്കുന്നതാണ്. അപ്പോൾ തന്നെ പാപങ്ങളെ പരിഹരിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ്. ഒരു വ്യക്തി കാൽവറിയുടെ അടുത്ത് വരുമ്പോൾ അവന്റെ അകത്ത് എന്തുണ്ടാകുക? പാപബോധം ഉണ്ടാകുക. കർത്താവിന്റെ മേശ ഇവിടെ നിൽക്കുമ്പോൾ ഈ ശുശ്രൂഷയുടെ അകത്ത് ഈ ദൂത് എന്താ ചോദിച്ചാൽ ഒരു പാപബോധം ജനത്തിലേക്ക് വന്ന് വീഴുക. സ്തോത്രം. അവർക്കൊരു രൂപാന്തരം ഉണ്ടാകുകയാണ്. അവരുടെ നടുവിലുള്ള ബലഹീനതകൾ മാറ്റപ്പെടുകയാണ്. അവർക്കൊരു രോഗശാന്തി വരികയാണ്. അവരുടെ നടുവിലേക്ക് ദൈവശക്തി വെളിപ്പെട്ട് വരങ്ങുകയാണ്. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാം, സ്തോത്രം, ദൈവത്തിന് മാന്യന്മാരെ അല്ല ആവശ്യം. സ്തോത്രം, എല്ലാ ദിവസവും അവനെ കണ്ടുപിടിക്കുന്ന, എല്ലാ ദിവസവും അവനെ തിരിച്ചറിയുന്ന, എല്ലാ ദിവസവും സ്തോത്രം അവനെ മനസ്സിലാക്കി ഒരു കണ്ണാടി പോലെ പ്രാർത്ഥിക്കുമ്പോൾ അവനെ കാണുന്ന ഒരു കാഴ്ചപ്പാട് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, അവന്റെ ജീവിതം ധന്യമായി. സ്തോത്രം. ഇന്ന് പകൽ നിങ്ങൾക്ക് കർത്തൃമേശ സ്തോത്രം അതിപരിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന തിരുനിവാസത്തിന്റെ അകത്ത് നിൽക്കുന്ന മർമ്മപ്രധാനമായ രഹസ്യമാണ്. പ്രൈസലോ പ്രൈസലോ. ആലയത്തിന് 3 തട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഒന്നാമത്തെ തട്ട് അതിവിശുദ്ധം. സ്തോത്രം. ഒന്നാമത്തെ തട്ട് അതിവിശുദ്ധ സ്ഥലം. രണ്ടാമത് തട്ടെന്തുകൊണ്ട്? വിശുദ്ധം. മൂന്നാമത് പ്രാകാരം. ഈ പ്രാകാരത്തില സ്തോത്രം തമ്പ്രത്തൊട്ടി യാഗപീഠമൊക്കെ നിൽക്കും. ഇവിടെ മാത്രമേ കാണാം. സാധാരണ എല്ലാം പറ്റൂ, അതിവിശുദ്ധ സ്ഥലത്ത് മാത്രമേ എല്ലാം പറ്റൂ. അതിവിശുദ്ധം അപ്പോഴും നോക്കാം. അവിടെ ആണ്ടിൽ ഒരിക്കൽ പുരോഹിതന് മാത്രം, മഹാപുരോഹിതന് മാത്രമേ കയറാൻ പറ്റൂ. കർത്താവ് നമുക്കത് ഓപ്പണിംഗ് എന്താണെന്ന് അറിയാമോ? സ്തോത്രം. ക്രിസ്തേശുവിൽ തുറന്നൊരു രക്ഷ. യഹൂദനെന്നോ വ്യത്യാസം, യമനോ വ്യത്യാസമല്ല, സകലരും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനം യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തിക്കൊടുത്തു. രക്ഷ പ്രാപിപ്പാൻ ഒരൊറ്റ കാര്യം, യേശുവിന്റെ വചനം അംഗീകരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ മകൾക്ക് ദൈവത്തിലെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ദൈവം അതിലേക്ക് കടന്നു കയറാൻ കഴിയാതെ നിൽക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലായി മഹാപുരോഹിതൻ ശ്രദ്ധിക്ക്, കൂടെ കൂടെ ചെയ്യുന്ന ശുശ്രൂഷ എന്റെ യേശു ഒരിക്കലായി ചെയ്തു. ജനത്തിന് പാപമോചനം ഉണ്ടായി. യേശു പരിശുദ്ധ പറഞ്ഞു, ആരെങ്കിലും
പണ്ട് പഴയ കാലത്ത് മോശ ഉയർത്തപ്പെട്ട പിച്ചള സമൂഹത്തെ നോക്കിയപ്പോൾ അവർ രക്ഷ പ്രാപിച്ചെങ്കിൽ ഇതാ മനുഷ്യപുത്രൻ ഇവിടെ ഉയർത്തപ്പെട്ടിരിക്കുക. എന്തിനാ? ജനം രക്ഷ പ്രാപിപ്പാൻ. ഇന്ന് പകൽ ഒരു ഭാഗ്യപദവി സ്വർഗം തരികയാണ്. ഒരു ഭാഗ്യപദവി ദൈവത്തിലെ ശുശ്രൂഷയുടെ കടന്നു വരും. ഇന്ന് പകൽ ഇവിടെ വെച്ചിരിക്കുമ്പോൾ ഒന്നാം സ്തോത്രം മധ്യസ്ഥനായ ക്രിസ്തു സ്തോത്രം ഇങ്ങനൊരു ക്രമീകരണം ചെയ്തിരിക്കുമ്പോൾ ഇവിടേക്ക് കടന്നു വരാൻ ഏക അഭിപ്രായം, ഒരേ അഭിപ്രായമുള്ളൂ. രണ്ട് വിശ്വാസി വന്നോട് പറഞ്ഞ കാര്യമാണ്, രണ്ടിടത്ത് മേശ കൈക്കൊള്ളരുത്.